ഹലോ ഗൈസ്, MS വേർഡിന്റെ പുതിയൊരു പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് MS വേർഡിന്റെ ബുള്ളറ്റുകളും ബുള്ളറ്റ് ലിസ്റ്റും അതുപോലെ മൾട്ടി ലെവൽ ലിസ്റ്റും അതുപോലെ നമ്പറിങ്ങുമാണ് ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് MS വേർഡ് എടുക്കാം. സ്റ്റാർട്ട് മെനുവിൽ നിന്ന് വേർഡ് എന്നൊരു ഡോക്യുമെന്റ് എടുക്കുക. അതിൽ ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ബുള്ളറ്റ്സുകളും അതുപോലെ നമ്പറിങ്ങും മൾട്ടി ലെവൽ ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നിങ്ങനെ നാല് ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിനെ നമ്പർ ഫോർമാറ്റിലും ബുള്ളറ്റ് ഫോർമാറ്റിലും കൊടുക്കാവുന്നതാണ്. ഇതിനാ ബുള്ളറ്റ് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഒരു ലിസ്റ്റ് പോലെ വന്നിരിക്കുന്നു. അതുപോലെ ബുള്ളറ്റ്സിൽ പലതരം ബുള്ളറ്റ്സുകൾ ഉണ്ടാവും. അതിന് ഇതാ കണ്ടോളൂ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്പറിംഗ് കൊടുക്കണമെങ്കിൽ നമ്പർ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഒരു മൾട്ടി ലെവൽ ലിസ്റ്റ് തയ്യാറാക്കാവുന്ന വിധം പറഞ്ഞു തരാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, എന്നിങ്ങനെ കൊടുക്കാം. ഇനി ഇതിൽ തന്നെ ഹാർഡ്വെയർ വിഭാഗത്തിൽ CPU, കീബോർഡ്, മൗസ്, പ്രിന്റർ, ഹാർഡ്വെയറിൽ ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം. ടാബ് ക്ലിക്ക് ചെയ്യുക. ബാക്കോട്ട് വരണമെങ്കിൽ ടാബ് ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയറിൽ ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, സിസ്റ്റം, സോഫ്റ്റ്വെയർ, അതുപോലെ
അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമുക്ക് ജാവ, പൈത്തൺ, C++, എന്നിവ കൊടുക്കാവുന്നതാണ്. മൾട്ടി ലെവൽ ലിസ്റ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഹാർഡ്വെയറിന്റെ താഴെ ടാബ് ക്ലിക്ക് ചെയ്താൽ അത് അതിന്റെ ഫോർമാറ്റിൽ വരുന്നതാണ്. ഓക്കെ, അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അങ്ങനെ വരുന്നതാണ്. അടുത്ത ഒരു പാഠഭാഗത്തിൽ കാണുന്നവരെ ബൈ ബൈ. ഓക്കെ.